സൈലം ലേണിംഗിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക്, മലയാളം ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ടീച്ചർ വന്നിരിക്കുന്നത് പരീക്ഷയ്ക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയേണ്ട ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എന്താണ് ചോദ്യം? ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുക. അല്ലേ, എല്ലാ പരീക്ഷയ്ക്കും സ്ഥിരമായിട്ട് ചോദിക്കുന്ന അല്ലെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ചോദ്യമാണ് ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കാം അല്ലെങ്കിൽ എഴുതാം എന്നുള്ളത്. ഇവിടെ ഒരു കവിത തന്നിട്ടുണ്ട്. ജി ശങ്കരക്കുറുപ്പിൻ്റെ മനോഹരമായൊരു കവിതയാണ്. ഒരു കുട്ടി നമ്മുടെ ഒരു കൊച്ചു നക്ഷത്രത്തോട് ചോദ്യങ്ങൾ പലതും ചോദിക്കുന്നതാണ് കവിത. നമുക്കതൊന്ന് ചൊല്ലി നോക്കാട്ടോ. കവിതയുടെ പേര് കൊച്ചു നക്ഷത്രമേ എന്നാണ്. കൊച്ചു നക്ഷത്രമേ നിന്നെയാരാ മച്ചിലിരുത്തിയതമ്മയാണോ? വല്ലതും തട്ടിമറിച്ചുവോ നീ? വല്ലാതെ വാശി പിടിച്ചുവോ നീ? അമ്മ കയർക്കുവാൻ എന്തു മൂലം? നമ്മൾ കാണിക്കണം നല്ല ശീലം. താഴേക്കു പോകുവാൻ മോഹമില്ലേ? വീഴാതിറങ്ങുവാൻ പറ്റുകില്ലേ? പൊക്കമില്ലാത്ത ഞാൻ കൈകൾ പൊക്കി നിൽക്കുകയല്ലാതെ എന്തു ചെയ്യും? ആരാണ് നിന്നെ മച്ചിലിരുത്തിയിരിക്കുന്നത് എന്ന് കുട്ടി ചോദിക്കുകയാണ്. മച്ച് എന്ന് പറഞ്ഞാൽ നമ്മുടെ വീടിൻ്റെ ഒക്കെ തട്ടിൻ പുറമാണ്. ഇവിടെ അത് ആകാശത്താണ് മച്ച് എന്ന് പറയുന്നത് കേട്ടോ. ആകാശത്തെ കൊണ്ടാണ് കുട്ടി മച്ചിലിരുത്തിയത്. ആരാ? അമ്മയാണോ? നീ എന്തോ തട്ടിപ്പറിച്ചോ അല്ലെങ്കിൽ വല്ലാതെ വാശി പിടിച്ചോ? എന്തിനാ അമ്മ കയർത്തത്? എന്താണ് അമ്മ കയർക്കാൻ കാരണം? നോക്ക്, നമ്മൾ നല്ല ശീലം കാണിക്കണം അല്ലേ? ഇനി നിനക്ക് താഴേക്ക് വരാൻ മോഹമുണ്ടോ? വീഴില്ലേ നീ? താഴേക്ക് വീഴാതിറങ്ങാൻ നിനക്ക് പറ്റുമോ? ഞാൻ എന്ത് ചെയ്യാനാ? പൊക്കമില്ലാത്ത ഞാനിങ്ങനെ കൈകൾ പൊക്കി നിൽക്കുകയല്ലാതെ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ എന്ന് കുട്ടി പറയുന്നതായിട്ട് കവി എഴുതുകയാണ്. മലയാളത്തിൻ്റെ പ്രിയ കവി ജി ശങ്കരക്കുറുപ്പിൻ്റെ വരികളാണ് കേട്ടോ ഇത്. അപ്പോൾ ആസ്വാദനക്കുറിപ്പ് എഴുതുമ്പോൾ ആദ്യം നമ്മൾ ഏതാണ് കവിത? കൊച്ചു നക്ഷത്രമേ എന്നുള്ളതാണ് കവിത. അപ്പോൾ കവിതയുടെ പേരും അത് എഴുതിയ ആളുടെ പേരും നമ്മൾ എഴുതേണ്ടതായിട്ടില്ലേ? മലയാളത്തിൻ്റെ പ്രിയ കവി ജി ശങ്കരക്കുറുപ്പിൻ്റെ വളരെ മനോഹരമായൊരു കവിതയാണ് കൊച്ചു നക്ഷത്രമേ എന്നത്. പിന്നെ എന്താ പറയുന്നത്? രാത്രി ആകാശത്ത് മിന്നിത്തിളങ്ങുന്ന നക്ഷത്രത്തോട് ഒരു കൊച്ചുകുട്ടി ചോദിക്കുന്ന ചോദ്യങ്ങളുടെ രൂപത്തിലാണ് കവിത. കൊച്ചു നക്ഷത്രമേ, നിന്നെ ആരാണ് മച്ചിലിരുത്തിയത് എന്നും നീ വല്ലതും പറിച്ചോ? വല്ലാതെ വാശി പിടിച്ചോ? നീ വല്ലതും പറിച്ചോ അല്ലേ? വല്ലാതെ വാശി പിടിച്ചോ? അമ്മ എന്തിനാണ് നിന്നോട് കയർത്തത്? എന്തോ വികൃതി കാണിച്ചിട്ട് നക്ഷത്രത്തോട് അമ്മ കയർത്തു എന്നാണ് കുട്ടി കരുതുന്നത് അല്ലേ? അമ്മ കയർത്തു എന്നാണ് കുട്ടി കരുതുന്നത്. അതിനാലാണ് നക്ഷത്രം മച്ചിലിരിക്കുന്നത് എന്നും കുഞ്ഞു കരുതുകയാണ്. പിന്നീട് കൂട്ടുകാരിയോട് എന്ന പോലെ ഉപദേശം നൽകുകയാണ്. നമ്മൾ നല്ല ശീലം കാണിക്കണം. നിനക്ക് താഴേക്ക് പോകാൻ മോഹമുണ്ടോ? വീഴാതെ ഇറങ്ങാൻ പറ്റുമോ? അതൊക്കെ കവിതയിലുള്ളതാണ്. അതൊക്കെ നമ്മൾ ഇവിടെ എഴുതണം. എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും? പൊക്കമില്ലാത്ത ഞാൻ കൈകൾ പൊക്കി നിൽക്കുകയല്ലാതെ എന്ത് ചെയ്യുമെന്ന് കുട്ടി സങ്കടപ്പെടുകയാണ്. കുട്ടികൾ നിഷ്കളങ്കരാണ് എന്നും ചുറ്റുമുള്ള എന്തിനോടും അവർ കൂട്ടുകാരോടെന്ന പോലെ കൗതുകത്തോടെ സംസാരിക്കുമെന്നും ഈ കവിത നമ്മളോട് പറയുന്നു അല്ലേ? കുട്ടികൾ അങ്ങനെയല്ലേ, എന്തിനോടും ഇങ്ങനെ സംസാരിക്കും. ആദ്യ വായനയിൽ തന്നെ വല്ലാത്ത ഇഷ്ടം തോന്നുന്ന വരികളാണ് കവിതയിലുള്ളത്. ആകാശത്താണ് നക്ഷത്രമുള്ളത്. അതിനെ കവി മച്ചിലിരിക്കുന്നു എന്നാണ് വിശേഷിപ്പിക്കുന്നത്. താളഭംഗി കൊണ്ടും ശബ്ദഭംഗി കൊണ്ടും സുന്ദരമായ ഈ കവിത എനിക്കേറെ ഇഷ്ടമായി എന്ന് എഴുതണം. ഇഷ്ടവരി നമ്മൾ എഴുതണം. പിന്നെ എന്താ ഇഷ്ടവരി നമ്മൾ എഴുതുമ്പോൾ? ഇതാണ് ഇഷ്ടവരി കേട്ടോ. ഇഷ്ടവരി നോക്കണേ. താഴേക്കു പോരുവാൻ മോഹമില്ലേ? വീഴാതിറങ്ങുവാൻ പറ്റുകില്ലേ? താഴേക്ക് ഇറങ്ങുവാൻ മോഹമില്ലേ? നിനക്ക് വീഴാതെ ഇങ്ങോട്ട് ഇറങ്ങാൻ പറ്റില്ലേ എന്നാണ് ചോദിക്കുന്നത് എന്ന വരിയാണ് എന്നെ കൂടുതൽ ആകർഷിച്ചത്. കാരണം കൊച്ചു നക്ഷത്രത്തെ തൻ്റെ ലോകത്തേക്ക് മാടി വിളിക്കുന്ന ഒരു കുഞ്ഞിനെ ഈ വരികളിൽ നമുക്ക് കാണാം. അപ്പോൾ ഇഷ്ടവരിയും കവിതയുടെ ആശയവും
അതുപോലെ അതിൽ ഉപയോഗിക്കുന്ന പ്രയോഗങ്ങൾ, അതുപോലെ പ്രയോഗം എന്ന് പറഞ്ഞാൽ എന്താ, ആകാശത്തെ മച്ചായിട്ട് ആണ് ഇവിടെ കണക്കാക്കുന്നത് അല്ലേ, അതൊരു പ്രയോഗമാണ്. അതുപോലെ താളഭംഗിയുണ്ട്, ശബ്ദഭംഗിയുണ്ട്. ശബ്ദഭംഗി എന്ന് പറഞ്ഞാൽ വരികൾ നോക്കൂ, അക്ഷരങ്ങൾ ആവർത്തിക്കുന്നത്. കൊച്ചു, മച്ച്, കൊച്ചു നക്ഷത്രമേ നിന്നെയാരാ മച്ചിലിരുത്തിയതമ്മയാണോ, വല്ലതും തട്ടിപ്പറിച്ചുവോ നീ വല്ലാതെ, അല്ലേ, ഇല്ല അല്ല. ഇതൊക്കെ എന്താണ്, ശബ്ദഭംഗിയാണ്. അക്ഷരങ്ങള് അല്ലെ വാക്കുകളൊക്കെ ആവർത്തിക്കുന്നതിനെയാണ് നമ്മൾ ശബ്ദഭംഗി എന്ന് പറയാ. പിന്നെ ഇഷ്ടവരിയും അതിന്റെ കാരണവും എഴുതിക്കൊണ്ട് നമുക്ക് ആസ്വാദനക്കുറിപ്പ് ഭംഗിയാക്കി വെക്കാട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് ആസ്വാദനക്കുറിപ്പ് എഴുതേണ്ടത്. ഇനി ഏത് പരീക്ഷയ്ക്ക് ഏത് കവിത തന്നാലും ഈ രീതിയിൽ മക്കൾ എന്ത് എഴുതുക, ആസ്വാദനക്കുറിപ്പ് എഴുതുക. അപ്പോൾ സ്നേഹത്തോടെ ശ്രുതി ടീച്ചറാണ്. ശ്രുതി ടീച്ചർ ഇനി എന്ത് ചെയ്യും, ഇതുപോലുള്ള ചോദ്യങ്ങളൊക്കെ ആയിട്ട് മറ്റൊരു ക്ലാസ്സിൽ വരാട്ടോ. ഓക്കെ അല്ലേ? അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരേക്കും ബൈ.